ഹായ് ഫ്രണ്ട്സ്, ക്രൈസി ഹാംസ് ഇലക്ട്രോണിക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ലൂണാറിസ് G6 എന്ന പേരിലുള്ള ഡിജിറ്റൽ SWR കം വാട്ട് മീറ്റർ ആണിത്. സെഡാ ലാബ് എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ കമ്പനിയാണ് ഇതുണ്ടാക്കുന്നത്. HF, VHF, UHF റേഞ്ച് ഇതിൽ മെഷർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ മാക്സിമം കപ്പാസിറ്റി എന്ന് പറയുന്നത് 200 വാട്ട് ആണ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പരിചയപ്പെടാം. ഇതിൻ്റെ ബാക്ക് സൈഡിൽ 12 വോൾട്ട് പവർ സപ്ലൈ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. കൂടാതെ ഇതിൻ്റെ ഫീൽഡ് സ്ട്രെങ്ത് മീറ്റർ കൊടുക്കുവാനായി ഒരു ഔട്ട്പുട്ട് പിന്ന് കൊടുത്തിട്ടുണ്ട്. HF അളക്കുന്നതിനായും UHF, VHF അളക്കുന്നതിനായും വെവ്വേറെ ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട്. VHF, UHF കണക്ട് ചെയ്യുന്നതിന് വേണ്ടി വേറെ ടൈപ്പ് കണക്റ്റേഴ്സാണ് ഉള്ളത്. ഇത്തരം ഫീമെയിൽ മെയിൽ കണക്റ്റേഴ്സ് ഇതിൻ്റെ കൂടെ തന്നെ കിട്ടുന്നതാണ്. HFൻ്റെയും VHFൻ്റെയും ആൻറ്റിനകൾ അതാത് സോക്കറ്റുകളിൽ തന്നെ കണക്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. HF ആൻഡ് UHF ആൻറ്റിന ഒരേ സമയത്ത് കണക്ട് ചെയ്ത് ഇടാമെങ്കിലും റീഡിങ്ങുകൾ ഒരുമിച്ച് ഒരേ സമയം കാണാൻ സാധിക്കുന്നില്ല. ഇതിൻ്റെ സോക്കറ്റ് 12 വോൾട്ടിൻ്റെ വലിയ പിൻ ടൈപ്പാണ്. 12 വോൾട്ട് കൊടുത്തതിന് ശേഷം ഇത് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓൺ ഓഫ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഫ്രണ്ടിലുള്ള വൈറ്റ് LED തെളിയുന്നതാണ്. റേഡിയോയുമായി കണക്ട് ചെയ്തിരിക്കുന്ന സമയത്താണെങ്കിൽ ട്രാൻസ്മിഷൻ PTT പ്രസ് ചെയ്യുമ്പോൾ റീഡിങ് ഓട്ടോമാറ്റിക്കായി കാണും. ഇല്ലെങ്കിൽ സ്ക്വയർ ബട്ടൺ ഞെക്കി ഡിസ്പ്ലേ തെളിയുന്നതാണ്. ബാക്ക്ഗ്രൗണ്ടിൽ യെല്ലോ ലെറ്റർ കാണുന്ന ടൈപ്പിലുള്ള ഓർഗാനിക് LED അഥവാ OLED ടൈപ്പ് ഡിസ്പ്ലേ ആണിത്. 16:2 ടൈപ്പ് OLED ഡിസ്പ്ലേയിൽ മുകളിലത്തെ ലൈനിൽ ഒരു വര കാണുന്നുണ്ട്. കൂടാതെ താഴത്തെ ലൈനിൽ മറ്റെന്തെല്ലാമോ വരുന്നുണ്ട്. ഇതൊരു റേഡിയോയിൽ കണക്ട് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. RJ213 കേബിൾ വളയുന്നില്ല. അതുകൊണ്ട് ഒരു പാച്ച് കേബിൾ അഡീഷണലായിട്ട് കണക്ട് ചെയ്യാം. ടെസ്റ്റ് ചെയ്യുമ്പോൾ കാണുന്നത് ഇങ്ങനെയാണ്. SWR ബാർ ഗ്രാഫായി കാണുന്നുണ്ടെങ്കിലും പവർ ഒന്നും കാണിക്കുന്നില്ല. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന OLED ഡിസ്പ്ലേ കംപ്ലൈൻ്റ് ആണ്. ഇതിനെ നമുക്കൊന്ന് തുറന്നു നോക്കാം. നല്ല ഭംഗിയുള്ളതും ബലമുള്ളതുമായ അലൂമിനിയം സ്ക്വയർ ബോക്സിന് ഉള്ളിലാണ് ഇത് കണക്റ്റ് ചെയ്തിരിക്കുന്നത്. 4 സ്ക്രൂകൾ വീതമാണ് വെച്ചിരിക്കുന്നത്. സ്ക്രൂ അഴിച്ചതിന് ശേഷം ടോപ്പ് കവർ പതുക്കെ ഇളക്കിയെടുക്കുക. ഡിസ്പ്ലേ മാറുന്നതിനായി ടോപ്പ് കവർ ഇളക്കിയാൽ മാത്രം മതി. എങ്കിലും ഡീറ്റെയിൽസ് കാണിക്കുന്നതിനായി ഞാൻ മൊത്തം അഴിക്കുന്നുണ്ട്. ബാക്ക് കവറിൽ SWR ബ്രിഡ്ജും ഫ്രണ്ട് കവറിൽ ഡിസ്പ്ലേയും മറ്റ് സ്വിച്ചുകളുമാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അഴിച്ചെടുക്കുമ്പോൾ വയറുകളൊന്നും വിട്ടുപോകാതെ സൂക്ഷിക്കണം. ഈ SWR മീറ്ററിൻ്റെ പ്രധാന ഭാഗമായ പ്രോഗ്രാമബിൾ IC ആണിത്. പിക്ക് IC ടൈപ്പിലുള്ളതാണിത്. 16F819 സീരീസിൽപ്പെട്ട IC ആണിത്. ഇത്തരം IC മാർക്കറ്റിൽ നിന്നും വാങ്ങി അതുപോലെ ഇട്ടാൽ ഇത് വർക്ക് ചെയ്യില്ല. ഇതിൻ്റെ പ്രോഗ്രാം ചെയ്യേണ്ടത് ആവശ്യമാണ്. ഈ ICയിലുള്ള പ്രോഗ്രാമും PCBയും വേണമെങ്കിൽ കോപ്പി ചെയ്യാവുന്നതാണ്. നല്ല ക്വാളിറ്റിയുള്ള PCB ആണിത്. ഈ കാണുന്നതാണ് SWR ബ്രിഡ്ജുകൾ. നീളത്തിൽ കാണുന്നതാണ് HF ബാൻഡിനുള്ള SWR ബ്രിഡ്ജ്. കുറുകെ കാണുന്നത് VHF, UHFനുള്ളതാണ്. തൽക്കാലം ഞാനിത് രണ്ടും അഴിച്ച് കാണിക്കുന്നില്ല.
പവർ അളക്കുന്നതിനുള്ള SWR ബ്രിഡ്ജിൽ നിന്നും വരുന്ന 3 വയറുകൾ വീതമാണ് ഇതിൽ കണക്ട് ചെയ്തിരിക്കുന്നത്. മെയിൻ IC കൂടാതെ ഒരു കമ്പറേറ്റർ IC കൂടിയുണ്ട്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു റിലേ ആണ് സ്വിച്ച് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ HFലേക്ക് VHFലേക്കും മാറി മാറി കണക്റ്റ് ആക്കുന്നത്. പവർ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ബാർ ഗ്രാഫ് ആണിത്. അലങ്കി ടൈപ്പിലുള്ള 3 ബോൾട്ട് ഉപയോഗിച്ചാണ് OLED ഡിസ്പ്ലേ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. കോർണറിലുള്ള ഒരു സ്ക്രൂ വെറുതെ വെച്ചിരിക്കുന്നതാണ്. 16:2 പിൻ കണക്ഷനുള്ള ഈ OLED ഡിസ്പ്ലേ വളരെ കോസ്റ്റ്ലിയാണ്. എന്തുകൊണ്ടാണ് ഈ LED ഡിസ്പ്ലേ ഉപയോഗിച്ചത് എന്ന് അറിയില്ല. ഇതിന് പകരമായി ഓൺലൈനിൽ നിന്നും വാങ്ങിച്ച LCD ടൈപ്പ് ഡിസ്പ്ലേ നമുക്ക് ഉപയോഗിക്കാം. ഇത്തരം LCD ഡിസ്പ്ലേകൾ താരതമ്യേന വളരെ വില കുറഞ്ഞതാണ്. OLED ഡിസ്പ്ലേയുടെ അതേ വലുപ്പത്തിൽ, ഷേപ്പ് ആൻഡ് സൈസ് ആണ് ഇതിനുള്ളത്. മാത്രമല്ല ഇൻപുട്ട് കണക്ഷൻ കൊടുക്കുന്നതിന് വേണ്ടി 16 പിന്നുകളാണുള്ളത്. പിക്ക് ICയിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രോഗ്രാം OLED ഡിസ്പ്ലേക്കും LCD ഡിസ്പ്ലേക്കും പറ്റുന്ന രീതിയിലുള്ളതാണ്. ഇത് ആർഡിനോ ടൈപ്പ് ആയിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ പരീക്ഷണം നടക്കില്ലായിരുന്നു. പിക്ക് ICക്ക് ഉള്ളതുപോലെയല്ല, ആർഡിനോ ടൈപ്പിന് ഉപയോഗിക്കുമ്പോൾ LCD ഡിസ്പ്ലേക്കും OLED ഡിസ്പ്ലേക്കും വേറെ വേറെ ലൈബ്രറി ആഡ് ചെയ്യേണ്ടതായി വരും. LED ഡിസ്പ്ലേക്ക് പകരമായി LCD ഡിസ്പ്ലേ ഉപയോഗിച്ചതിന് ശേഷം ഇത് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ബ്ലൂ കളർ LCD ടൈപ്പ് ഡിസ്പ്ലേ ഇതിൽ നല്ലവണ്ണം വർക്ക് ചെയ്യുന്നുണ്ട്. ബാക്ക് ലൈറ്റ്, കോൺട്രാസ്റ്റ് എന്നിവ അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിലിപ്പോൾ കോൺട്രാസ്റ്റ് കുറച്ച് കൂടുതലാണ്. കോൺട്രാസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാനായി ഇതിന് പ്രീസെറ്റ് ഇരിപ്പുണ്ട്. ഈ പ്രീസെറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് ആവശ്യമായ രീതിയിലുള്ള കോൺട്രാസ്റ്റ് വയ്ക്കാവുന്നതാണ്. ഡിസ്പ്ലേ മാറ്റിവെച്ചപ്പോൾ ഇതിലുള്ള മെനു എല്ലാം ഭംഗിയായി കാണുന്നതാണ്. റൈറ്റ് ആരോ ലെഫ്റ്റ് ആരോ മാറി മാറി ഞെക്കി ഇതിൻ്റെ മെനു നമുക്ക് ആവശ്യമുള്ള രീതിയിൽ അറേഞ്ച് ചെയ്യുക. മുകളിലത്തെ ലൈനിൽ SWR, താഴത്തെ ലൈനിൽ പവർ വയ്ക്കുന്നതായിരിക്കും ഉചിതം. ഇതിൻ്റെ ബാക്ക് ലൈറ്റ് ടൈമിങ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിൽ റേഡിയോ കണക്ട് ചെയ്ത് പവർ ഒന്ന് മെഷർമെൻറ്റ് ചെയ്ത് നോക്കാം. QRP ലെവലിലുള്ള പവറാണ് ഞാനിവിടെ കൊടുക്കുന്നത്. ഇപ്പോൾ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ SWRും ഫോർവേഡ് പവറും ഭംഗിയായി ഡിസ്പ്ലേയിൽ കാണാവുന്നതാണ്. OLED ഡിസ്പ്ലേ മാർക്കറ്റിൽ വലിയ വിലയാണെങ്കിലും ഇതിൻ്റെ നിർമ്മാതാക്കളുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ പകുതി വിലയ്ക്ക് തരാമെന്ന് അവർ സമ്മതിച്ചിട്ടുണ്ട്. ഏതായാലും പൈസയ്ക്ക് വസൂലാവുന്ന ഒരു മീറ്റർ തന്നെയാണിത്. ബ്ലൂ കളർ LCD ഡിസ്പ്ലേക്ക് പകരം ഗ്രീൻ കളർ LCD ഡിസ്പ്ലേയും ഉപയോഗിക്കാം. അപ്പോൾ കോൺട്രാസ്റ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായി വരും. OLED ഡിസ്പ്ലേക്ക് പകരം LCD ഡിസ്പ്ലേ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ മീറ്ററിൻ്റെ ഓവറോൾ കോസ്റ്റ് കുറയ്ക്കാവുന്നതാണ്. ഇതിൽ ബ്ലൂ കളർ LCD ഡിസ്പ്ലേ ആണ് എനിക്കിഷ്ടമായത്. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമായതെന്ന് കമൻറ്റ് ചെയ്യുക.
വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. വാട്ട് കപ്പാസിറ്റിയുള്ള ലൂണാറസ് 2000 HF ബാൻഡ് ഡിജിറ്റൽ SWR മീറ്റർ ആണിത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.